ജനുവരി 29, 30, 31 തീയതികളിലായി വടകരയിൽ നടക്കുന്ന CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി 3 ദേശീയ സെമിനാറുകൾ ഉൾപ്പെടെ 25 സെമിനാറുകൾ മറ്റു നിരവധി വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 29, 30, 31 തീയതികളിൽ വടകരയിൽ നടക്കുന്ന CPIM ജില്ലാ സമ്മേളന പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും PB അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം ടൗൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലും പൊതുസമ്മേളനം നാരായണ നഗറിലെ സീതാറാം യെച്ചൂരി നഗറിലുമാണ് നടക്കുക. വിവിധ ഏരിയ സമ്മേളനത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 500 പ്രതിനിധികളാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുക. സമ്മേളനത്തിന്റെ ഭാഗമായി 3 ദേശീയ സെമിനാറുകൾ ഉൾപ്പെടെ 25 സെമിനാറുകൾ, ചരിത്ര പ്രദർശനം, പുസ്തക പ്രദർശനം, അഖില കേരള ചിത്രരചനാ മത്സരം, തൊഴിലാളി സംഗമം, സാഹിത്യ സംവാദ സദസ്സുകൾ, കലാപരിപാടികൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ ഉണ്ടാവും. വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണം, ശുചീകരണ പ്രവർത്തനങ്ങൾ, നാട്ടരങ്ങുകൾ ഉൾപ്പെടെ ഒട്ടനവധി പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഡിസംബർ 15 മുതൽ ലോക്കൽ തലത്തിലുള്ള സെമിനാറുകൾ ആരംഭിക്കും. 22 സെമിനാറുകളാണ് സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 15 നടക്കുത്താഴ നോർത്ത്, മന്ദരത്തൂർ ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലുള്ള സെമിനാറുകളോടുകൂടി അനുബന്ധ പരിപാടികൾ തുടങ്ങും. ഡിസംബർ 26 നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ തൊഴിലാളി സംഗമം നടക്കും. CITU സംസ്ഥാന സെക്രട്ടറി കെൻ ഗോപിനാഥ് സംഗമം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, സത്യാനന്തര കാലത്തെ മാധ്യമങ്ങൾ, ലിംഗനീതിയുടെ രാഷ്ട്രീയം എന്നീ വിഷയങ്ങളെ അധികരിച്ച് 3 ദേശീയ സെമിനാറുകൾ ജനുവരി ആദ്യവാരം വടകരയിൽ നടക്കും. ദേശീയ സെമിനാറുകളിൽ പ്രൊഫസർ പ്രഭാത് പട്നായിക്, ഡോക്ടർ CP ചന്ദ്രശേഖരൻ, ഡോക്ടർ തോമസ് ഐസക്, സുഭാഷ്ണി അലി, ശശികുമാർ, P രാജീവ്, ഗോപകുമാർ, മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കും. 2025 ജനുവരി 12 ചിത്രാഞ്ജലി എന്ന പേരിൽ കുട്ടികൾക്കായി അഖില കേരള ചിത്രരചന മത്സരം BM ഹൈസ്കൂളിൽ നടക്കും. ജനുവരി 16 ലിങ്ക് റോഡിന് സമീപം ചരിത്ര പ്രദർശനവും പുസ്തക പ്രദർശനവും ആരംഭിക്കും. പ്രദർശനം ജനുവരി 31 വരെ നീണ്ടു നിൽക്കും. പ്രദർശനത്തോടനുബന്ധിച്ച് ജനുവരി 16 മുതൽ 30 വരെ നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ സാംസ്കാരിക സായാഹ്നം നടക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ KP ബിന്ദു, ട്രഷറർ TP ഗോപാലൻ, PK ദിവാകരൻ, PK ശശി, M നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വീണ്ടും വടകരയിൽ തന്നെ ഈ സമ്മേളനം നടന്നത്. സമ്മേളനത്തിന്റെ അതിവിപുലമായ രൂപത്തിൽ തന്നെയാണ് ഇതിന്റെ സ്വാഗത സംഘം ഈ സമ്മേളന നടപടികൾ തീരുമാനിച്ചത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഈ വടകര ഏരിയക്കകത്ത് 22 ലോക്കൽ കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത്. ആ 22 ലോക്കലുകളിൽ സെമിനാറുകൾ ഉൾപ്പെടെ നാട്ടരങ്ങ്, അതുപോലെ വിവിധ കലാപരിപാടികൾ തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ ഓരോ ലോക്കലിലും ഇതിനകം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഈ ലോക്കലുകളിലെ സെമിനാർ നാളെ മുതലായി അങ്ങനെ 22 ലോക്കൽ സെമിനാറുകളും ഈ 22 കമ്മിറ്റികളിൽ വിവിധ കലാപരിപാടികൾ, അതുപോലെ കുട്ടികളുടെ പരിപാടികൾ, ചിത്രരചന. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി. അതോടൊപ്പം PB അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവരെല്ലാം ഈ സമ്മേളനത്തിൽ 3 ദിവസവും പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മേളനം നടക്കുന്നത് നമ്മുടെ വടകര ടൗൺ ഹാളിൽ വെച്ചാണ്. അതിനു മുമ്പായിട്ടുള്ള അനുബന്ധ പരിപാടികളാണ് ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ചിട്ടുള്ളത്. അനുബന്ധ പരിപാടികളെല്ലാം തന്നെ മികവാർന്ന രീതിയിൽ നടത്താനാണ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത്. ഓരോ ലോക്കലിലും വിവിധങ്ങളായ അല്ലെങ്കിൽ വൈവിധ്യങ്ങളായ കലാപരിപാടികളോടുകൂടെയും ഇവിടെ സൂചിപ്പിച്ച സെമിനാറുകളുടെയും തുടക്കം കുറിക്കുമ്പോൾ നമ്മൾ സമ്മേളന സമയമാകുമ്പോഴേക്കും എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് 3 ദിവസങ്ങളിൽ ആ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടൗൺ ഹാളും അതുപോലെ തന്നെ വടകര നാരായണ നഗരം വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയിലേക്കാണ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത്. കൊയിലാണ്ടിയിൽ നിന്ന് പതാക ജാഥ 21 അവിടെ പലയ്യപ്പെട്ട ലോക്കൽ സെക്രട്ടറി സത്യനാഥന്റെ ബലികുടീരത്തിൽ നിന്നാണ് പതാക ജാഥ വരുന്നത്. കൊടിമര ജാഥ വാണിമേലിൽ KP കുഞ്ഞിരാമന്റെ ശവകുടീരത്തിൽ നിന്നാണ്. അത് 21 ഇവിടെ പൊതു സമ്മേളന വേദിയിൽ പതാക ഉയർത്തും. അതെ അല്ലെ, 28 ഒഞ്ചിയം രക്തസാക്ഷി സ്ക്വയറിൽ നിന്ന് ദീപശിഖ സമ്മേളനത്തിന്റെ തലേ ദിവസം വൈകുന്നേരം ഇവിടെ എത്തി നമ്മുടെ പൊതുസമ്മേളന
ടൗൺ ഹാളിന്റെ മുറ്റത്ത് ജ്വലിപ്പിക്കും.